അറിയില്ല ദൈവമേ എനിക്കെന്തു വേണമെന്ന്, അരുളുമോ ദൈവമേ ഞാനെന്തു വേണമെന്ന്. അറിയില്ല ദൈവമേ എനിക്കെന്തു വേണമെന്ന്, അരുളുമോ ദൈവമേ ഞാനെന്തു വേണമെന്ന്. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 39 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും, ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തെങ്കിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 39 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും, ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു എന്നാണ് അവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. ദുഷ്ടനിൽ നിന്ന് ദുഷ്ടത പൊങ്ങി വരുന്നു. ഈ സമയത്ത് എല്ലാവർക്കും വേണ്ടി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഒന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ആത്മാവിൽ ഒരു ചിന്ത, ആത്മാവിലൊരു വിചാരം നമുക്കുണ്ടാവട്ടെ. എന്തെന്ന് ചോദിച്ചാൽ, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും. നാവും എൻ്റെതാണ്, എൻ്റെ വഴികളെ ഞാൻ സൂക്ഷിക്കേണ്ടത് എൻ്റെ കടമ തന്നെയാണ്. എന്നാൽ ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞെന്നാണ് പറഞ്ഞത്. ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ട് എൻ്റെ വായ കടിഞ്ഞാനിട്ട് ഞാൻ കാക്കും. സ്തോത്രം. ചിലപ്പോൾ നമ്മുടെയൊക്കെ സങ്കടത്തിൽ ചിലപ്പം പറയും, സന്തോഷത്തിലും പറയേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ പറയും. ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ ബാക്കി പറയും. നമുക്ക് ആരിൽ നിന്ന് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞു വെക്കും. എന്തായാലും ദൈവമക്കളെ, വചനം നമ്മളെ കേൾപ്പിക്കുന്നത് പോലെ നാളെ നമുക്കാർക്കും ദുഃഖം വരാതിരിക്കാൻ, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നാണ് വചനം പറയുന്നത്. നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അബദ്ധത്തിൽ പറഞ്ഞാലും, അറിയാതെ പറഞ്ഞാലും, ശ്രദ്ധിക്കാതെ പറഞ്ഞാലും, നമ്മുടെ എന്തെങ്കിലും ഒരു മനസ്സിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് നാളെ ദുഃഖത്തിനിട തന്നെയാണ്. ആരോടെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊന്ന് അവതരിപ്പിച്ചാൽ അത് നാളെ നമ്മൾ പറഞ്ഞതുപോലെ ആയിരിക്കുകയല്ല തിരിച്ച് അവിടെ നിന്ന് നമ്മൾ കേൾക്കുന്നത്. ഇതെല്ലാം നമുക്ക് ദുഃഖത്തിനിട വരുന്ന കാര്യങ്ങളാണ്. ഈ നാവ് കൊണ്ടുള്ള പാപം ചെയ്ത് കുടുംബം തന്നെ തകർന്നു പോകുന്നൊരവസ്ഥയാണ്. ദൈവമക്കളെ, ഇതൊക്കെ ശ്രദ്ധിക്കുവാൻ നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. നമുക്ക് ചിലപ്പോൾ മനസ്സിൽ തോന്നുന്നൊരു കാര്യമുണ്ട്, വേണ്ടായിരുന്നു അവരോടത് പറയണ്ടായിരുന്നു, അപ്പോഴത് പറയണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നും. അപ്പോഴേക്കും ദൈവമക്കളെ, നമ്മൾ അതിൽ കടന്നുപോയ ഒരു വലിയ ദുഃഖത്തിന് ഇടം വരുത്തുന്ന ഒരനുഭവം നമ്മുടെ വശത്തുനിന്ന് തന്നെ വന്നു എന്നുള്ളതാണ് സത്യം. അപ്പം നമുക്ക് ദൈവസന്ധി പ്രാർത്ഥിക്കാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടവരെന്താണ് അവിടെ ചെന്ന് പറയുന്നത് നമുക്കറിയത്തില്ല. കേൾക്കുന്നവർ ഏത് രീതി കേൾക്കും നമുക്കറിയത്തില്ല. അപ്പോൾ എങ്ങനെ വന്നെന്നാലും ദൈവമക്കളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ ആ വാക്കുകൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. നമുക്ക് നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കാനായിട്ട് നമ്മുടെ ഈ അനുഭവങ്ങൾ മതി. ഇനിയും നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് പാപം ചെയ്തിരിക്കാൻ നമ്മളാണ് സൂക്ഷിക്കേണ്ടതെന്നുള്ളത് നമുക്ക് തന്നെ എത്ര തവണ ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ടാവും. ദൈവത്തിന് സ്തോത്രം. സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കണ്ടല്ലോ ദൈവമക്കളെ. ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാനിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞെന്നാ പറഞ്ഞത്. അവരത് പറഞ്ഞുകൊണ്ടല്ലേ ഞാനത് പറഞ്ഞേ എന്നല്ല, അതിനേക്കാൾ അപ്പുറത്ത് ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാനിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇത് സൂക്ഷിക്കാനുള്ളവർ നമ്മളൊക്കെ തന്നെയാണ് ദൈവമക്കളെ. ചെറിയൊരു കാര്യത്തെ തുടങ്ങി വയ്ക്കും, പക്ഷേ ഒരു വലിയ ദുരന്തങ്ങളായിരിക്കും വന്ന് ഭവിക്കുന്നത്. അറിയാതെ പറഞ്ഞു പോയതെല്ലാം ഓർത്ത് ദൈവത്തോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്ന 2-ാം വാക്യം, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് തീ പിടിച്ചു, എൻ്റെ ധ്യാനത്തെങ്കിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. സ്തോത്രം. നാവെടുത്ത് സംസാരിച്ചത്, എൻ്റെ ധ്യാനത്തെങ്കിൽ തീ കത്തി എന്നാണ് വചനം. തീയാൽ ഉത്തരം തരുന്ന ദൈവം. ആത്മാവില് ദൈവമക്കളെ ധ്യാനിക്കുന്ന സമയത്ത് തീയാൽ ഉത്തരം തരുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന്,
തീയുടെ ബലം കെടുത്തിക്കൊണ്ട് നമ്മളെ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് ദൈവമക്കളെ നമ്മുടെ ധ്യാനത്തെങ്കിൽ തീ കത്തുമ്പോൾ, ആത്മാവിലൊരു തീ കത്തുമ്പോൾ സ്തോത്രം, രോഗം മാറും, ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ അഴിയും, പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരു പ്രതിവിധി കർത്താവ് തരും. എല്ലാത്തിനും പരിഹാരമാർഗം ദൈവം തന്ന് നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ ഏത് വിഷയത്തിൽ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുവാണെങ്കിലും ഒരുപക്ഷെ പറഞ്ഞതിനെ ഓർത്ത് കരഞ്ഞായിരിക്കും ഇരിക്കുന്നത്, പറഞ്ഞിട്ടിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് വരെ നമ്മൾ ദുഃഖം അനുഭവിച്ചുകൊണ്ടായിരിക്കും. എന്തായാലും പ്രിയപ്പെട്ട ദൈവമക്കളെ ഒന്ന് ഓർക്കുക, സൂക്ഷിക്കേണ്ടതെന്നും ദൈവമക്കൾ മാത്രമാണ്. നമ്മുടെ വശത്ത് വന്ന തെറ്റ് ദൈവത്തോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആത്മാവിൽ ധ്യാനത്തെങ്കിൽ തീ കത്തി. അപ്പോഴാണ് ഞാൻ നാവെടുത്ത് സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആ നാവെടുത്ത് സംസാരിച്ചതിനെ കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആത്മാവിൻ്റെ ചൂട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ ദൈവമക്കളെ. ധ്യാനത്തെങ്കിൽ തീ കത്തട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. തീയാൽ ഉത്തരം തരുന്ന ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ അബദ്ധത്തിൽ പറഞ്ഞാലും, സങ്കടത്തിൽ പറഞ്ഞാലും, വേദനയിൽ പറഞ്ഞാലും, മനസ്സിൻ്റെ ഭാരം ആരോടെങ്കിലും പറഞ്ഞാൽ ഒരാശ്വാസം കിട്ടും എന്ന് കരുതി നമുക്ക് വേണ്ടപ്പെട്ടവരല്ല നമ്മളെ കരുതും എന്ന് പറഞ്ഞവരോടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ മനസ്സ് തുറന്ന് പറഞ്ഞത്. അതൊക്കെ നമ്മളെ പറഞ്ഞതിനേക്കാൾ അധികം അതിനെ ചൊല്ലി ദുഃഖിക്കേണ്ടതായ അവസ്ഥയായിരിക്കാം ഒരു പക്ഷേ നമുക്ക് വന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതെ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ ധ്യാനിച്ച് കർത്താവിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ശുശ്രൂഷകൾ ചെയ്ത് പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കമില്ലാതെ, പ്രാർത്ഥനയും മടുത്തു പോകാതെ തളർന്നു പോയ കുഞ്ഞെ ആത്മാവിൽ രക്ഷപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കേണ്ടതിന് ഉണരുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, ഈ ശുശ്രൂഷ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇപ്പോഴേ കർത്താവെ, പറഞ്ഞതിനെ ചൊല്ലി ഭാരപ്പെട്ടിരിക്കുന്നവരും കേട്ടതിനെ ചൊല്ലി ഭാരപ്പെട്ടിരിക്കുന്നവരും എല്ലാവരും ഇതിനകത്തുണ്ടാവും കർത്താവെ. ഈ സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. എന്നോടൊപ്പം വിശ്വാസത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അറിയാതെ പറഞ്ഞു പോയത്, സങ്കടം വന്നപ്പോൾ പറഞ്ഞു പോയത്, മനസ്സിൻ്റെ വേദന മാറാൻ വേണ്ടി പറഞ്ഞു പോയത്, അതെല്ലാം വലിയൊരു വിനയായി തീർന്ന് ബന്ധങ്ങൾ പോലും തകർന്ന അവസ്ഥയിലും കർത്താവെ, ജീവിതത്തിൽ ഒരുപാട് അനർത്ഥം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അറിയാതെ പറഞ്ഞു പോയതെല്ലാം ദൈവം എല്ലാവരോടും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ കർത്താവെ, ഇനി നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ എൻ്റെ കർത്താവെ, എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കുവാനും കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് അവിടുന്ന് പരിഹാരം വരുത്തി സമാധാനം കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനിയുള്ള ജീവിതം കർത്താവിന് വേണ്ടി മാത്രമായി തീരുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണേ. ആത്മാവിൽ തികവുള്ളവരായി തീരുവാൻ കർത്താവെ, ആത്മാവിൽ കർത്താവെ ധ്യാനിച്ച് എൻ്റെ കർത്താവെ, ആ ധ്യാനത്തിൽ ആ ഹൃദയത്തിന് ചൂട് പിടിച്ചുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വസിക്കുന്ന ആലയമായി ശരീരത്തെ വിശുദ്ധിയോടെ കാക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവ് വശങ്ങളെല്ലാം ദൈവം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും സങ്കടങ്ങളെ കർത്താവ് എടുത്ത് മാറ്റിക്കൊണ്ട് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രശ്നങ്ങൾക്കെല്ലാത്തിനും വിടുതൽ കൊടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്തോത്രം.